ഓക്കെ. മറ്റവൾ എനിക്ക് കാശ് അയച്ചിട്ടുണ്ട്. ഇത്തവണ ആരാ? അത് നീ അറിയണ്ട. അപ്പോൾ വായി, ഞാനൊന്ന് ഇച്ചിരി തിരക്കാം. ആ ഹലോ അരുണേട്ടാ, രമ്യയുടെ വീട്ടിൽ കയറുന്ന കാര്യം മറക്കല്ലേ കേട്ടോ. പൈസ വാങ്ങിച്ചിട്ട് വരാവുള്ളൂ. ആ ശരി. ഇതെന്നാ പറ്റിയതാ? അത് വണ്ടി ഒന്ന് പറഞ്ഞതാ, അതൊന്നുമില്ല. നീ കഴിച്ചോ? ഇല്ല. ഞാനൊന്ന് കിടക്കട്ടെ. ഇത് അരുണിന്റെ വീടാണോ? അതെ. മേഡം അല്ലാതെ ഇവിടെ വേറെ ആണുങ്ങൾ ആരുമല്ലേ? എന്താ സാർ പ്രശ്നം? ഇതെല്ലാം അരുണിൻ്റെതാണോ എന്ന് നോക്കാമോ? അതെ സർ, ഇതെല്ലാം അരുണേട്ടൻ്റെയാ. മേഡം തളരരുത്. റിയാലിറ്റിയെ നമ്മളെന്തായാലും ഫേസ് ചെയ്തേ പറ്റൂ. അരുൺ 3 മണിക്കൂർ മുമ്പ് ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു. മേഡം ഞങ്ങളുടെ കൂടെ ഒന്ന് വരേണ്ടി വരും ആ ബോഡി ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ്. പേടിച്ചു പോയോ? ലച്ചു എന്തിനാ പേടിക്കുന്നത്? ഞാൻ മരിച്ചു പോയെന്ന് പോലീസുകാര് പറഞ്ഞിട്ടാ? നിനക്ക് നല്ല ധൈര്യമല്ലേ? അതുകൊണ്ടല്ലേ എന്നെ കൊല്ലാനായിട്ട് നീ അവനെ ഏൽപ്പിച്ചത്? നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ എല്ലാം സഹിച്ചു തന്നിട്ടില്ലേ? നിനക്ക് ഞാനിവിടെ എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? കുറവോ? തിന്നാനും കുടിക്കാനും തന്നതുകൊണ്ട് മാത്രം തീരാവുന്നതാണോ ഒരു ഭർത്താവിന്റെ കടമ? എന്നോട് കുറച്ചു നേരമെങ്കിലും നീ സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? സ്നേഹത്തോടെ ഒരു വാക്ക് ഇതുവരെ നീ എന്നോട് സംസാരിച്ചിട്ടുണ്ടോ? നിന്റെ തിരക്കുകൾക്കിടയിൽ പോലും നീ എപ്പോഴെങ്കിലും എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്ന പോലെ ഒരു കുഞ്ഞിനെ തരാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നീ തന്നെ അങ്ങനെ പറയണം. എനിക്കല്ല കുഞ്ഞുണ്ടാകാത്തത്, നിനക്കാണ്. പക്ഷേ ഞാൻ എന്താ പറയാത്തെന്നറിയോ? നിനക്ക് വിഷമാവെന്ന് കരുതിയിട്ടാ. മറ്റുള്ള ചെറുപ്പക്കാരെ പോലെ ലഹരിക്കടിമയാകാതെ നിന്നെ മാത്രം സ്നേഹിച്ചിട്ട് നീ എനിക്ക് തന്ന സമ്മാനമുണ്ടല്ലോ, എനിക്കിഷ്ടായി, ഒരുപാട് ഇഷ്ടായി. ഞാനിതൊക്കെ എങ്ങനെ അറിഞ്ഞതെന്ന് നിനക്കറിയണ്ടേ? അന്നൊരു ദിവസം ഒരു കോൾ വന്നില്ലേ ബാങ്കിലെ മനോജ്. ലച്ചു, ആ ഫോണിങ്ങെടുത്തേ. ഹലോ അരുൺ. ആ മനോജെ പറയടാ. നീ അവിടെ തിരക്കിലാണോ? എന്താടാ? ഞാൻ അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. പറയ്. നിന്റെ വൈഫേ കഴിഞ്ഞ ദിവസം എൻ്റെ ബാങ്കിൽ വന്നിരുന്നു. കൂടെ വേറൊരാളും കൂടി ഉണ്ടായിരുന്നു. പിന്നെ നിന്റെ ഭാര്യയുടെ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് അയാളുടെ അക്കൗണ്ടിലോട്ട് കുറച്ച് പൈസ പോകുന്നുണ്ട്. അത് ഏകദേശം 1,80,000 രൂപയോളം വരുന്നുണ്ട്. അതിപ്പോൾ നിന്റെ അറിവോട് കൂടിയിട്ടാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. ഈ അക്കൗണ്ട് ഹോൾഡർ ഒരു ഫ്രോഡാണ്. എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരാളാണ്. ഇതിനു മുമ്പും
പുള്ളിയെക്കുറിച്ച് ഒരുപാട് കംപ്ലൈൻറ്റ്സ് ബാങ്കിൽ വന്നിട്ടുണ്ട്. അതെല്ലാം ഈ സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ട കേസുകളാണ്. ആ പുള്ളിയുടെ ഡീറ്റെയിൽസ് വല്ലതും അറിയോ? ആ പുള്ളിയുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ നിനക്ക് വാട്സാപ്പ് ചെയ്ത് തരാം. അയക്ക്. അന്ന് കുറേ കാശ് നീ ഒരുത്തിന് കൊടുത്തില്ലേ, ഓർമ്മയില്ലേ? അന്ന് അന്ന് നോട്ട് ചെയ്യാൻ തുടങ്ങിയത് തന്നെ. അന്ന് നീ ഉറങ്ങിക്കിടന്നില്ലേ? അന്ന് ഞാൻ ആ ഫോൺ ചെക്ക് ചെയ്തപ്പോൾ നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും ഞാൻ മനസ്സിലാക്കി. നിനക്ക് എന്നെ ആയിരുന്നില്ല, എൻ്റെ പണമായിരുന്നു ആവശ്യം. അതിന് നീ അവനെയും കൂട്ടുപിടിച്ചു. അന്ന് മുതൽ ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു. പിന്നെ നീ എന്നെ കൈ സ്നേഹിച്ച് വേർത്തില്ലല്ലേ, അവനെ ഞാൻ ഉറക്കി. ഈ പെണ്ണുങ്ങളെ പഠിപ്പിക്കണം. നിനക്ക് മയക്കം വരുന്നുണ്ടോ? നീ മയങ്ങാനുള്ളത് ഞാൻ ഭക്ഷണത്തിൽ തന്നിട്ടുണ്ട്. ഇനി ഈ ലോകത്ത് നീ വേണ്ട. ഇനി നീ പൊക്കോ നിനക്ക് ഇഷ്ടമുള്ളവൻ്റെ അടുത്തേക്ക്. ഓ, ആ പെണ്ണുമ്പോൾ ഡ്രസ്സ് മാറാനെന്ന് പറഞ്ഞ് അകത്തോട്ട് കയറിപ്പോയിട്ട് കുറേ നേരമായല്ലോ. ഇനി വല്ല കടുങ്കയും ചെയ്തിട്ടുണ്ടാവും. ചുമ്മാ പേടിപ്പിക്കില്ല സാറേ. താനൊന്ന് പോയി നോക്കിക്കേ. ഒന്നുമില്ലെങ്കിൽ അവരുടെ ഭർത്താവലോടെ മരിച്ചത്. എന്തായാലും ഞാൻ മരിച്ചില്ലേ, ഇനി നാട്ടുകാരുടെ മുന്നിൽ പിടിച്ചിരിക്കാൻ കുറച്ച് നാളത്തേക്ക് എനിക്കിത് മതി. പോട്ടടി. ബൈ ലച്ചു. സാറേ, എടോ തന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, വേഗം വണ്ടി എടുക്കും, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം.